ഹലോ, ഇന്നിതാ പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. ആദ്യം ഈ ഒരു ദിവസമില്ല, ഫുള്ള് ബിസി ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ പറയേ വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ചെയ്യണം. കണ്ടാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോലെ. രാവിലെ തന്നെ എണീച്ച് നമ്മൾ നഴ്സുകുട്ടിക്ക് വേണ്ട ചായ റെഡിയാക്കില്ല കേട്ടോ. ആൾക്ക് മദ്രസ ഉണ്ട്, അങ്ങനെ അതെല്ലാം റെഡിയാക്കി പിന്നെ ഇതാ ഡോറ് തുറക്കില്ല. അതിൻ്റെ അടുക്ക് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല ഇപ്പം നമ്മൾ രാവിലെ വേഗം വെളിച്ചം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് സമയം പുറത്തിരിക്കാനും പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ രാവിലെ നല്ല തണുത്ത കാറ്റും കൂടി ഉണ്ടാവും. അതും കൂടി ആസ്വദിക്കാൻ നല്ല രസമല്ലേ. പിന്നെ രാവിലെ എണീറ്റപാട് ഞാൻ ജസ്റ്റ് വെള്ളം മാത്രമേ കുടിക്കൂ കേട്ടോ. അത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഇനി ഇതാ കാണാൻ നല്ല രസമില്ലേ, പക്ഷെ സൂര്യനെ മാത്രം കാണാനില്ല, ഉദിച്ച് വരുന്നേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഇതെല്ലാം കണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നഴ്സിനെ കൂട്ടാൻ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ആളെ ഫ്രണ്ട്സ് ആളങ്ങനെ പോക്കാം. കുറച്ച് സമയം ആൾ ചായയും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ആൾ പോക്കായി. പിന്നെയുള്ള കാര്യം തിരക്കോട് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊന്നും ഉറങ്ങി. ആളെ മദ്രസയിലേക്ക് ഞാൻ പിന്നെയും പോയി കിടന്നുറങ്ങി. പിന്നെ എണീറ്റ് നമ്മൾ കട്ടൻ ചായയും പിന്നെ കുഞ്ഞാപ്പം കേട്ടോ. ഇത് തലേ ദിവസം ഉണ്ടാക്കിയതാട്ടോ, അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അതുതന്നെയായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ ഉമ്മാനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ പോക്കട്ടോ. ഈ ഓടിക്കുന്നത് നമ്മളൊരു ഇത്താത്ത കേട്ടോ. ആൾ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഓട്ടോ ഓടിക്കുന്നത്. അങ്ങനെ ആളെ കൂടി പോയി. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് നമുക്കൊന്ന് നിക്ഷാലിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെറുതെ ഒന്ന് കറങ്ങിയതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം വാങ്ങിയത്. പക്ഷേ എനിക്ക് പൊതുവേ ഈ മൺചട്ടി ഒരു വീക്ക്നെസ്സാണ്. പക്ഷേ ഇവിടെ നോക്കിയില്ലേ ഭയങ്കര റേറ്റ്, താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. പക്ഷെ നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ടായിനെ, അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിന്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ തന്നെ ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞാൽ കയറിയിട്ടുണ്ടായത്. പക്ഷേ ഇല്ലേ പോരെയുന്നു എന്താണെന്നറിയില്ല. ലഗോങ്കുവിൻ്റെ ബിരിയാണി പൊതുവേ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ അന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ അതെല്ലാം കഴിച്ച് തിരിച്ച് വരുന്ന ടൈം നമ്മളെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം. അതെല്ലാം നോക്കി വാങ്ങാനൊന്നും നിൽക്കില്ല. അതെല്ലാം നോക്കി പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് നമ്മൾ വാങ്ങിയത് ഈ ഒന്നാട്ടോ. നമ്മൾ നെസ്വാണ് നമ്മളിത് 1500 രൂപക്കാട്ടോ വാങ്ങിയിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൈ പാനിന് വേണ്ടിയിട്ടാട്ടോ ഇത് ഫുള്ളായിട്ട് വാങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ ഇതെല്ലാം നോക്കി പിന്നെ രാത്രി ഫുഡ് നമ്മൾ പുറത്തുനിന്നാട്ടോ വാങ്ങിയിട്ടുണ്ടായത്. നല്ല അടിപൊളി പൊറോട്ടയും ബീഫ് ചില്ലിയും പിന്നെ ചില്ലി ചിക്കനായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. പിന്നെ രാത്രി നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ആയിരുന്നു. നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോയില്ലേ. നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ.